ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലാക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ടൈപ്പ് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ മീൻ ചട്ടിയാണ്. വാങ്ങിയ ഉടൻ തന്നെ കഞ്ഞിവെള്ളം നിറക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഇന്നത് നല്ലോണം കഴുകിയെടുത്തു. ഇനി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കാം. അതിന് മുമ്പായി 4-5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് അല്പം വെള്ളവും കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കുക. ഇനി കടുക് പൊട്ടുമ്പോൾ ഇഞ്ചി, സവാള അരിഞ്ഞത്, 1 സവാള അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഒരു പാത്രത്തിൽ 4-5 കഷ്ണം കുടംപുളി വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. ഇതിനിടയിൽ ഞാനൊരു കഥ പറയാം. അയാൾ ഗാഢമായ ഉറക്കത്തിലായിരുന്നു. ഏതോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. മോഷ്ടാക്കളെ പറ്റിയുള്ള വാർത്ത അടുത്ത ദിവസത്തിൽ വായിച്ചതേയുള്ളൂ. ലൈറ്റ് ഇടുവാനുള്ള തിടുക്കത്തിൽ എഴുന്നേറ്റപ്പോൾ കട്ടിലിൻ്റെ മൂലയ്ക്ക് തലയിടിച്ചു. നെറ്റി പൊട്ടിയില്ല, പക്ഷേ മുഴച്ചു. അപ്പോഴത്തെ ദേഷ്യത്തിന് കട്ടിലിനെ അടിച്ചുടയ്ക്കണമെന്ന് പോലും തോന്നി. വേദനയും കോപവും നിറഞ്ഞ് ഭിത്തിയരിയിലേക്ക് നീങ്ങിയപ്പോൾ കാലിൻ്റെ മുട്ട് അടുത്ത് കിടന്ന മേശയിൽ ചെന്നിടിച്ചു. അതും കൂടി ആയപ്പോൾ അരിശം തിളച്ചു പൊങ്ങി. അവസാനം ലൈറ്റിട്ടപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പൂച്ച ചാടിയതിൻ്റെ ശബ്ദം മാത്രമായിരുന്നു. ഇരുട്ടിൽ തപ്പിയപ്പോൾ എല്ലാം ഇടർച്ചയായിരുന്നു. കട്ടിലും മേശയും എല്ലാം അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വം പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി. എന്നാൽ അവിടെ ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവയൊന്നും ശല്യങ്ങളായി തോന്നുമായിരുന്നില്ല. ഹൃദയത്തിൽ സ്നേഹദീപം പ്രകാശിക്കുമ്പോൾ ആരും നമുക്ക് അന്യരോ ശത്രുക്കളോ ആയി തോന്നുകയില്ല. വിദ്വേഷം മനസ്സിൽ പുകയുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും നമുക്കെതിരായി നിൽക്കുന്നവരെന്നേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് മാറ്റം സാഹചര്യങ്ങൾക്കല്ല, നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിരുന്ന ആ കറിക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു. വേണ്ടത് 4-5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ആവശ്യത്തിന്. ഇതൊക്കെ ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി വെച്ച മിശ്രിതം ചട്ടിയിലൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന കുടംപുളിയും ഇതിനോടൊപ്പം ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കുക. തിളച്ച് വരുമ്പോൾ മുറിച്ച് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിടുക. മീൻ മുറിച്ച് കഴുകുമ്പോൾ കല്ലുപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ മീനിൻ്റെ ഉളുമ്പ് നാറ്റം നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കറി ഈ മീൻ കഷ്ണത്തിന് മുകളിൽ നിൽക്കത്ത വേണം ശ്രദ്ധിക്കുക. എങ്കിലേ മീനിൽ അരപ്പ് നല്ലവണ്ണം പിടിക്കുകയുള്ളൂ. ആവശ്യത്തിന് കറി ആയിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് മീൻ ഈ കറിയിൽ മുങ്ങി നിൽക്കത്തക്കവണ്ണം തിളയ്ക്കാൻ അനുവദിക്കുക. ഇതിനിടയിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കുക. അടച്ചു വയ്ക്കുക. സിമ്മിലാക്കി ഒരു 10-15 മിനിറ്റ് വേവിക്കാൻ അനുവദിക്കുക. അപ്പോൾ മീൻ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മളത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. നല്ല മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത അടിപൊളി മീൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് രൂപത്തിലുള്ള മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ മീൻ കറി നല്ല കുഴമ്പ് രൂപത്തിൽ ആയി കിട്ടും. അവസാനം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഉലുവാപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പില ഇതും കൂടെ ചേർത്ത് അടച്ചു വയ്ക്കുക. നല്ല അടിപൊളി മീൻ കറി റെഡിയായിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.